Hi guys, today I'm gonna do a book review of this book, The Last Days of a Condemned Man. So it is written by French author, as we all know, Victor Hugo, and it is considered as Hugo's early masterpiece. And it is it is a novel, but it's written as a form of diary. It's a significant work that fight against the death penalty, and it is like a moral questioning. Is it that penalty is right or not? Like that, it is written. സോ ഞാൻ വായിച്ചത് ഇതിൻ്റെ മലയാളം പരിഭാഷയാണ്. അതിൻ്റെ ടൈറ്റിലായിട്ട് വരുന്നത് വധശിക്ഷിക്കപ്പെട്ടവൻ്റെ അന്ത്യനാളുകൾ എന്നാണ്. ഇത് പരിഭാഷ ചെയ്തിട്ടുള്ളത് എൻ മൂസക്കുട്ടിയാണ്. ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1829 സോ ഒരു 200 ഇയേഴ്സ് ആയാലും നമുക്ക് ഈ ബുക്ക് വളരെ റെലവൻ്റ് ആയിട്ട് തോന്നും. ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ഒരാളുടെ പേഴ്സ്പെക്റ്റീവിലാണ്. സോ അയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നുള്ള ഒരു അനൗൺസ്മെന്റ് കേൾക്കുകയും അതിനുശേഷമുള്ള ആ ഒരു കുറച്ച് നാളുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ദിവസത്തെ അയാൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പെയിൻ ഉണ്ടാവും, ഫിയേഴ്സ്, പിന്നെ അയാളുടെ ഫിയർ ഓഫ് ഡെത്ത്, ആളുടെ ഇമോഷൻ അയാൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിട്ടുള്ള ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെ പറ്റി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഒരു ബുക്ക് വളരെ കുറച്ച് പേജുള്ളെങ്കിലും വളരെ ഡീപ്പായിട്ട് നമുക്ക് തന്നെ ഒരു പെയിനും ഒരു കൺഫ്യൂഷനും ഉണ്ടാവുമോ. ഇത് ഈ ഒരു ജഡ്ജ്മെന്റ് കറക്റ്റ് ആണോ അല്ല, ഈ ഡെത്ത് പെനാൽറ്റി എന്നുള്ളത് ശരിയായ ഒരു കാര്യമാണോ, ഒരു ഹ്യൂമാനിറ്റിക്ക് എതിരായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ, ഒരു പെയിനും വരുന്നതാണ്. പിന്നെ ഈ ക്രൈം ചെയ്തിരിക്കുന്ന ആളുടെ പേരോ ആൾ എന്ത് ക്രൈമാണ് ചെയ്തിരിക്കുന്നത് എന്നതിൽ പറയുന്നുണ്ട്. കാരണം ലൈക്ക് എല്ലാ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്കും ഇത് അവരുടെ എല്ലാവരുടെയും ഒരു 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 റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 46 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ചാപ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റിയ ഡയറി പോലെ, ലൈക്ക് ഓരോ ദിവസവും അയാൾ ഇൻട്രാക്ട് ചെയ്യുക, ബാക്കി പ്രിസണേഴ്സിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുക. പിന്നെ അതിൽ ഗാലി ആ ഒരു സെക്ഷനിൽ പെടുന്ന ആ ജയിൽ പുള്ളികൾ വരുന്നുണ്ട്. അപ്പോൾ അവർ പിന്നെ ഇതിൽ ലാസ്റ്റ് പ്രീസ്റ്റായിട്ടൊരു ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇയാളുടെ അടുത്ത് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുടെ അടുത്ത് അവസാന ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടത്, അപ്പോഴാണ് അയാൾക്കൊരു റിയലൈസേഷൻ വേണ്ടത് ഇന്നും കൂടി ഉള്ളൂ. അപ്പോൾ ആ ഒരു പെയിനും ആ ഒരു എന്താ അത്രയും ഡീപ്പായിട്ട് ഒരാളുടെ പേഴ്സ്പെക്റ്റീവിൽ വളരെ പേഴ്സണലായിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. പിന്നെ അയാളുടെ മകളെ പറ്റിയിട്ടും അയാളുടെ അമ്മയെ പറ്റിയിട്ടും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. കാരണം വിധവയായി ജീവിക്കേണ്ടി വരുന്ന ഭാര്യയെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ തന്നെ അമ്മയെ പറ്റിയിട്ടും ഒരു മകളുണ്ട്, ഒരു 3 വയസ്സ് ഉള്ള ഒരു മകളുണ്ട്. അപ്പോൾ ആ മകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയിൽ പറയുന്നുണ്ട്. പിന്നെ എന്നെ പേഴ്സണലായിട്ട് ടച്ച് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26 ചാപ്റ്ററിലാണ് 20 ചാപ്റ്ററിൽ ഒരു ഇതാണ്, രക്ഷപ്പെടാൻ വല്ല മാർഗവും ഉണ്ടോ ദൈവമേ, എന്തെങ്കിലും വഴി, ഞാൻ രക്ഷപ്പെടുക തന്നെ വേണം, തീർച്ചയായും വേണം, ഉടനെ, വാതിൽ വഴി, ജനാല വഴി, മേൽപ്പുര വഴി, ഈ പോരാട്ടത്തിൽ ഞാൻ നശിക്കുകയാണെങ്കിൽ കൂടി. സോ അയാൾക്ക് അറിയാം അയാളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. പക്ഷെ സോ ഇതിൽ ആ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ ആള് ഒരു യുവാവാണ്. അപ്പോൾ ആള് പിന്നെയും പ്രതീക്ഷിക്കുന്നു എനിക്ക് വല്ല കരുണ ലഭിക്കുമോ എന്നുള്ളത്. സോ ഇറ്റ് ലൈക്ക് making us to think, do we really have a right to take someone else's life? സോ ആ ഒരു തോട്ട് ത്രൂ ഔട്ട് ഈ ബുക്കിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിലൊരു സ്ട്രോങ് ആയിട്ട് ലോൺലിനെസ്, അതേപോലെ തന്നെ ഡിപ്രഷൻ, ഒരു ഡെസ്പറേഷൻ, ആ ഒരു തോട്ട് ഉണ്ടല്ലോ. അതേപോലെ തന്നെ ആളിലുണ്ടാവുന്ന കുറേ ഇമ്പാക്റ്റ്, ലൈക്ക് പിന്നെ ആൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ലൈക്ക് ആ ലാസ്റ്റ് ദിവസം ആകുമ്പോൾ ആൾക്ക് ഒരു ക്രൂവൽ മനോഭാവം തന്നെ ആൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആ പ്രീസ്റ്റ് വരുമ്പോഴത്തെ ആ ഒരു കോൺവെർസേഷനിൽ വരുന്ന ഒരു മാറ്റം, ഇതെല്ലാം വളരെ ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. സ്റ്റോറി ഭയങ്കര സ്ലോയിലാണ് പോകണമെങ്കിൽ വളരെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു ബുക്കാണ്. പിന്നെ എന്നെ കൂടുതലായിട്ട് സ്വാധീനിച്ചൊരു ഇതാണ് വിലകൾ, ലൈക്ക് ആളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയില്ലേ, ആൾക്കൊരു ആഗ്രഹം, ജീവിക്കാനുള്ള ആഗ്രഹം. ഇരുമ്പഴിയിട്ട ഒരു ജനാല മാത്രം, എങ്കിലും അതൊരു യഥാർത്ഥ ജനാല തന്നെ, അതിന്മേൽ ചാരി നിൽക്കാം, അതിലൂടെ ശരിക്കും ആകാശം കാണുകയും ചെയ്യാം. അപ്പോൾ ആൾക്ക് ആ ഒരു അത്രയും ആ ഒരു പ്രസന്റ്, ആ ഒരു തീവ്രമായ ഒരു ഫ്രീഡം ഇല്ല പ്രിസണേഴ്സിൻ്റെ ആ ഒരു അവസ്ഥയെ ഇതിനുള്ളിൽ കാണിക്കുന്നുണ്ട്. സോ ഈ ബുക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറി ഫോം, ഈ തോട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് അറിയാൻ താല്പര്യമുണ്ട്. നമുക്കൊക്കെ ചിന്തിക്കാത്തൊരു ഭാഗമാണല്ലോ ആളൊരു വികാരങ്ങൾ കടന്നു പോകുന്നത്. അപ്പം അങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബുക്കാണിത്. സോ ഒരു കോട്ടോട് കൂടി ഞാൻ നിർത്താണ് ഇന്നത്തെ ഈ ബുക്ക് റിവ്യൂ സെഷൻ.
I do believe something very magical can happen when you read a good book എന്ന ജെ കെ റൗളിങ്ങിൻ്റെ ഒരു കോട്ടോട് കൂടി നിർത്തുന്നു.